H1B വിസ അതുമായി ബന്ധപ്പെട്ടുള്ള പാനിക് ഇന്ത്യയിലാകുവാനും വലിയ രീതിയിലാണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടത്. ഏകദേശം 3 മുതൽ 4%, ചിലതൊക്കെ 6%. IT കമ്പനികളുടെ ഷെയറുകളാണ് തകർന്നു പോയത്. ഇന്ത്യൻ കറൻസി വീണ്ടും താഴോട്ട് പോയി. ഇന്ത്യൻ IT സിറ്റികളിൽ, ഹബ്ബുകളിൽ ആ പാനിക്ക് കണ്ടിന്യൂ ആയിട്ട് തുടരുന്നു. അമേരിക്കയിൽ H1B വിസ അവരുടെ, അതേപോലെ ഇന്ത്യയിൽ അവരുടെ പേരൻസ്, അവിടെയും ശക്തമായ പാനിക് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി, ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി അവരുടെ ജോലി പോവുകയാണ്, അവരുടെ ലൈഫ് അൺസർട്ടനിറ്റിയാണ്. ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇന്ത്യൻ പത്രങ്ങളും അത് കുറച്ചുകൂടെ 1 മണിക്കൂർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2025 നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ 2,50,000 പേരാണ് ടോട്ടൽ H1B വിസ അമേരിക്കയിൽ റിന്യൂ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പം സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അതായത് വരാൻ പോകുന്ന 3 മാസം, അല്ലെങ്കിൽ വേണമെങ്കിൽ 4 മാസം എടുക്കുക, 1 മാസത്തിൻ്റെ പകുതി കൂടെ ചേർക്കുക. ഈ 2.5 ലക്ഷം പേര് റിന്യൂ ചെയ്യുമ്പോൾ അതിനകത്ത് ഏകദേശം 70% അല്ലെ 60% ഇന്ത്യക്കാരൻ.